ഏവർക്കും നമസ്കാരം. ഞാൻ കൊല്ലം പ്രദീപ് കുമാർ. എല്ലാവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നാലമ്പല ദർശനത്തെക്കുറിച്ചാണ്. വളരെ അധികം പുണ്യപ്രദമായ ഒരു ക്ഷേത്ര ദർശനമാണ് നാലമ്പല ദർശനം. കർക്കിടക മാസത്തിലാണ് ഇതിന് പ്രാധാന്യം ഉള്ളത്. വളരെ അധികം പുണ്യപ്രദമായ ഒരു ക്ഷേത്ര ദർശനം ആണിത്. ശ്രീരാമസ്വാമിയുടെയും ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരുടെയും ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം തന്നെ ദർശനം പൂർത്തിയാക്കുക എന്നതാണ് നാലമ്പല ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്രേതായുഗത്തിലെ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ കുടികൊള്ളുന്ന 4 ക്ഷേത്രങ്ങളെയാണ് നാലമ്പലം എന്ന പദം കൊണ്ട് അറിയപ്പെടുന്നത്. ഒരു നാലമ്പല ദർശനം നടത്തിയാൽ രാമായണം പൂർണ്ണമായും പാരായണം ചെയ്യുന്നതിന് തുല്യമായ പുണ്യം ലഭിക്കും എന്നാണ് ഐതിഹ്യം. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് യാദവ വംശം നശിക്കുകയും ശ്രീകൃഷ്ണൻ സ്വർഗാരോഹിതൻ ആകുകയും ദ്വാരകാപുരി കടലിൽ മുങ്ങിപ്പോകുകയും ചെയ്തപ്പോൾ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന 4 ചതുർബാഹു വിഗ്രഹങ്ങൾ കടലിൽ ഒഴുകിപ്പോകുകയും അത് വീണ്ടെടുത്ത് 4 കരകളിലായി പ്രതിഷ്ഠിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാലമ്പല ദർശനം നടത്താറുണ്ടെങ്കിലും മധ്യ കേരളത്തിലെ നാലമ്പല ദർശനത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചു വരുന്നത്. കർക്കിടക മാസത്തിലെ വളരെ പുണ്യപ്രദമായ ഈ നാലമ്പല ദർശനം നടത്തിയാൽ പൂർവികമായ ജാതക ദോഷങ്ങൾ ഒഴിയുന്നതിനും പാപകർമ്മങ്ങളുടെ ദോഷഫലം ഇല്ലാതാകുന്നതിനും ശത്രുദോഷം, ബാധാദോഷങ്ങൾ എന്നിവയിൽ നിന്നും മുക്തി സിദ്ധിക്കുന്നതിനും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയും ചെയ്യുന്നു. കൂടാതെ സന്താനലബ്ധി, ദീർഘായുസ്, സർപ്പങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും മുക്തി ഇവയും ഈ നാലമ്പല ദർശനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇനി നാലമ്പല ദർശനത്തിനുള്ള ക്ഷേത്രങ്ങളെ നോക്കാം. ഒന്ന്, തൃശ്ശൂരിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, എറണാകുളത്തെ തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, ഇരിങ്ങാലക്കുടയിലെ ഭരതക്ഷേത്രമായ കൂടൽമാണിക്യം ക്ഷേത്രം, തൃശ്ശൂരിലെ പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. ഈ 4 അമ്പലങ്ങൾ എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. ഇനി എറണാകുളം, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന നാലമ്പലത്തെക്കുറിച്ച് നോക്കാം. തിരുമറയൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം, മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്രം, നെടുങ്ങാട് ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ഇനി കോട്ടയത്തെ നാലമ്പലങ്ങൾ: രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അമനകര ഭരതക്ഷേത്രം, മേദിരി ശത്രുഘ്ന ക്ഷേത്രം. ഇനി പെരിന്തൽമണ്ണയിലെ രാമപുരം ശ്രീരാമക്ഷേത്രം, അയോധ്യ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, കരിഞ്ചപ്പാടി ഭരതക്ഷേത്രം, നാറാണത്ത് ശത്രുഘ്ന ക്ഷേത്രം. അതുപോലെ കണ്ണൂരിലെ നീർവേലി ശ്രീരാമക്ഷേത്രം, പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രം, എളയാവൂരിലെ ഭരതക്ഷേത്രം, പായത്തെ മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം. ഇതിൽ പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രം ആണെങ്കിലും ലക്ഷ്മണ സങ്കല്പം ആണ് ഉള്ളത് എന്ന് അറിയുക. ഈ പുണ്യമായ കർക്കിടക മാസത്തിൽ കഴിവുള്ളവർ ഒക്കെ നാലമ്പല ദർശനം നടത്തി ഈശ്വരാനുഗ്രഹം നേടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ആദ്യമായി കാണുന്നവർ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ
ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്